ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 21 മെയ് 2025 വ്യാഴാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നത്തെ നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ഒരു അനാലിസിസ് നമുക്ക് നടത്താം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ 129 പോയിന്റ് ഹൈക്കിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഏകദേശം 0.5% ഹൈക്കിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 197 പോയിന്റ്, ഏകദേശം 0.3% ഹൈക്കിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് നോക്കുവാണെങ്കിലും 410 പോയിന്റ്സിന്റെ ഹൈക്കിൽ ക്ലോസ് ചെയ്തു. ഏകദേശം 0.5% ക്ലോസിംഗ് ആയിരുന്നു നടന്നിട്ടുള്ളത്. ഓവറോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് റാലി ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. മിക്ക സ്റ്റോക്കുകളും പോസിറ്റീവിൽ തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പുള്ള 2 ദിവസം നമുക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു നല്ല രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി ആണ് കാണിച്ചിരുന്നത്. ഒന്ന് ചെറിയൊരു ഡൗൺഫാൾ കാണിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് ഇന്നലെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഇനി ഓൾ ടൈം ഹൈയിലേക്ക് എത്താൻ 4.5% ഒരു ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഹൈക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ ഏത് രീതിയിലേക്ക് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. എല്ലാം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. ഏകദേശം അടുത്ത് തന്നെ എത്തിയിരിക്കുന്നു ഓൾ ടൈം ഹൈയിലേക്ക്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ ചിലപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവത്തില്ല. എന്തായാലും നിങ്ങൾ വെയിറ്റ് ആക്കുക. നല്ല രീതിയിൽ തന്നെ സ്റ്റോക്കിനൊക്കെ നമുക്കൊരു മുന്നേറാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം മൺസൂൺ കാലമാണ്. നല്ല രീതിയിൽ തന്നെയുള്ള ഒരു കുതിപ്പ് മാർക്കറ്റിലും കാണാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതേപോലെ തന്നെ മുംബൈ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കനത്ത രീതിയിലുള്ള മഴയാണ് ഇപ്പം നടക്കുന്നത്. അപ്പൊ എല്ലാവരും സേഫ് ആയിരിക്കുക. 24-ാം തീയതി വരെ നല്ല രീതിയിലുള്ള ഒരു മഴ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. അതേപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ത്യൻ മാർക്കറ്റ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനൽ ത്രൂ നമ്മൾ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിനായി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ന്യൂസിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ HSBC കോമ്പോസിറ്റ് PMI ഫ്ലാഷ് ഡാറ്റ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ HSBC മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റ, അതേപോലെ തന്നെ HSBC സർവീസ് PMI ഫ്ലാഷ് ഡാറ്റ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ US-ലെ നമുക്ക് നോക്കുവാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് മെയിൻ ആയിട്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ വരാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇനി നോക്കുവാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ 2 ദിവസം നല്ല രീതിയിലുള്ള ഒരു ഫാൾ കാണിച്ചതിന് ശേഷം വീണ്ടും ഒരു കുതിപ്പിലേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇനി സെക്ടർ വൈസ് അനാലിസിസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും റിയാലിറ്റി സെക്ടർ ഒരു 1.7% ഒരു ഹൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാർമ സെക്ടർ 1.25 ഹൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോ സെക്ടർ, IT സെക്ടർ, PSU ബാങ്ക്സ് നമുക്കൊരു 0.6% ഹൈക്കിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ പ്രത്യേകിച്ച് ഒരു സെക്ടേഴ്സും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാം നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ നാഷണൽ അലുമിനിയം കോർപ്പറേഷൻ അവരുടെ Q4 ഗ്രോത്ത് നല്ല രീതിയിൽ ഹൈ ആണ്. ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളത്. അതേപോലെ തന്നെ ഈ കമ്പനിയിൽ ഏകദേശം 1.5% ഹൈക്കോടുകൂടി ഷെയർ പ്രൈസ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നലെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും നാസ്ഡാക്ക്, ഡോ ജോൺസ്, S&P 500 ഒക്കെ ഒരു ഡിപ്പിൽ നിന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റി ആണ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് NBCC ഇന്ത്യ അവർക്ക് ഒരു 1.62 ബില്യൺസിന്റെ ഒരു വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അവരുടെ ഷെയർ പ്രൈസ് ഇന്നലെ നമുക്ക് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ 2% ഹൈക്കോടുകൂടി ഇന്നലെ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ പല വർക്ക് ഓർഡേഴ്സ് നമുക്ക് പുറത്തുനിന്നും വിദേശത്തു നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഓരോ കമ്പനീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ഷെയർ പ്രൈസിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പവർ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഗുജറാത്ത് ഏകദേശം 247.7 മില്യൺ റുപ്പീസിന്റെ വർക്ക് ഓർഡർ ആണ് ലഭിച്ചിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. ഷെയർ പ്രൈസിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒല ഇലക്ട്രിക് ഏകദേശം ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. 22 മെയിലാണ് കൂടുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം ഫണ്ട് റൈസിംഗ് തന്നെയാണ്. നോൺ ക്ലെയിമബിൾ ഡിബഞ്ചേഴ്സ് ത്രൂ ആണ് അവർ ഫണ്ട് റൈസിംഗിനുള്ള കാര്യം ആലോചിക്കുന്നത്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഡിവിഡന്റിന്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അശോക് ലൈലാൻഡ് 4 rupees per ഷെയർ ആണ് ഡിവിഡന്റ് ഇപ്പം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
അതേപോലെ GM ബ്രീവറീസ് ഏകദേശം 7.5 റുപ്പീസ് പെർ ഷെയർ, ഇമാമി 2 റുപ്പീസ് പെർ ഷെയർ ആണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് പല കമ്പനീസിന്റെയും Q4 റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. അത് ഏതൊക്കെ കമ്പനീസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ITC ലിമിറ്റഡ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, HFCL ലിമിറ്റഡ്, സൺ ഫയർനാട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ദ റാംകോ സിമന്റ് ലിമിറ്റഡ്, GMR എയർപോർട്ട്സ് തുടങ്ങിയ കമ്പനീസിന്റെ Q4 റിസൾട്ട് ആണ് ഇന്ന് റിലീസ് ആവുന്നത്. അതിനുശേഷം നമുക്ക് ഇനിയിപ്പം നിഫ്റ്റിയുടെ നമുക്കൊരു RSI ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഏകദേശം 59.87ലാണ്. അതേപോലെ തന്നെ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഒരു മിഡിൽ ബാൻഡിന് അടുത്തായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മള് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും RSI നിൽക്കുന്നത് 57.70ലാണ്. അതേപോലെ തന്നെ ഷാർപ്പ് മിഡിൽ ബാൻഡ് തന്നെയാണ്, ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ബാൻഡിൽ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നിങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്രീ മാർക്കറ്റ് കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ പ്രീ മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കും. പ്രീ മാർക്കറ്റ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗിലേക്ക് കടക്കുക. കാരണം നിങ്ങൾക്ക് പല കമ്പനീസിനെ പറ്റിയുള്ള നോളജസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ആ കമ്പനിയിൽ വരുന്ന നഷ്ടം അതിഭീകരമായിരിക്കും. അപ്പം ന്യൂസുകൾ അറിഞ്ഞതിന് ശേഷം മാത്രം, അതേപോലെ തന്നെ ഗ്ലോബൽ ന്യൂസുകൾ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. That's all. Signing off, Joby Marcos.